പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് ബർഗബി. ഞാൻ അഷിക് ജോയ്. ലിയോ 14 പാപ്പ സ്വവർഗ ബന്ധങ്ങളെ ആശീർവദിക്കാം എന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ച് ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേരളത്തിലെ ചില സെക്യുലർ മാധ്യമങ്ങളിൽ സ്വവർഗ ബന്ധങ്ങളെ ആശീർവദിക്കാം അല്ലെങ്കിൽ ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് തുടരും എന്ന് ലിയോ പാപ്പ പറഞ്ഞു എന്ന് വാർത്ത വന്നു. കേരളത്തിലെ കത്തോലിക്ക മാധ്യമങ്ങളിൽ ആശീർവാദം പാടില്ല എന്ന് പാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞ് തന്നെ രണ്ട് രീതിയിൽ വാർത്ത വന്നിരിക്കുകയാണ്. സോ മുൻവിധികളില്ലാതെ നമ്മൾ പരിശോധിക്കാൻ പോവാണ് എന്താണ് യഥാർത്ഥത്തിൽ ലിയോ പാപ്പ പറഞ്ഞത് എന്നുള്ളത്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. നമുക്കറിയാവുന്നതുപോലെ ലിയോ പാപ്പ ആഫ്രിക്കൻ പര്യടനത്തിലാണ്. അതിനിടയിൽ വെച്ച് ഒരു ജേർണലിസ്റ്റ് മാർപ്പാപ്പയുടെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ചോദ്യം ഇപ്രകാരമാണ്: ജർമ്മനിയിലെ ഒരു അതിരൂപതയുടെ പേര് ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ പ്രൊണൗൺസിയേഷനും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ജർമ്മനിയിലെ ഒരു അതിരൂപതയിലെ കർദിനാളായിട്ടുള്ള റെയിൻഹാർഡ് മാർക്സ് എന്ന കർദിനാൾ തൻ്റെ അതിരൂപതയിൽ സ്വവർഗബന്ധത്തിൽപ്പെട്ട ദമ്പതികളെ ആശീർവദിക്കാൻ തലേ ദിവസം അനുമതി നൽകിയ തീരുമാനത്തെക്കുറിച്ചും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള സഭയുടെ ഐക്യം എങ്ങനെ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും ലിയോ പാപ്പയോട് ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യം പാപ്പയോട് ചോദിക്കുന്നതിന് തലേ ദിവസം ജർമ്മനിയിലെ അതിരൂപതയിൽ ഈ കർദിനാൾ സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാനുള്ള പെർമിഷൻ നൽകുകയുണ്ടായി. ഇതിനെക്കുറിച്ചാണ് പാപ്പയോട് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ സഭ ഐക്യത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. അപ്പോൾ പാപ്പയുടെ മറുപടി ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകത്തുകൊണ്ടാണ് മലയാളം പറയണത്. ഇംഗ്ലീഷിൻ്റെ ന്യൂസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒന്നാമതായി, സഭയുടെ ഐക്യമോ ഭിന്നതയോ ലൈംഗിക കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കരുത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. സഭ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈംഗികത മാത്രമാണ് ഏക ധാർമ്മികത വിഷയം എന്ന് ചിന്തിക്കാൻ നമ്മൾ പ്രവണത കാണിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നീതി, സമത്വം, സ്ത്രീ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള വളരെ വലിയതും പ്രധാനപ്പെട്ടതുമായ വിഷയങ്ങളുണ്ടെന്നും അവയ്ക്കായിരിക്കണം ഈ പ്രത്യേക വിഷയത്തേക്കാൾ മുൻഗണന നൽകേണ്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് പാപ്പ പറയുന്ന തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ആദ്യമേ ഞാൻ പറയട്ടെ, മാർപ്പാപ്പ ചായ കുടിക്കാൻ പോകുമ്പോഴോ വിമാനത്തിൽ പോകുമ്പോഴോ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് കൊടുക്കുന്ന മറുപടികളോ ഇതൊന്നും സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ല. അതൊന്നും സഭയുടെ ഔദ്യോഗിക മറുപടിയല്ല. അദ്ദേഹം മാർപ്പാപ്പ എന്ന നിലയിൽ പറയുന്നതേ ഉള്ളൂ. അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒരു വിശ്വാസിക്ക് കടമയുണ്ട്. എന്നാൽ മാർപ്പാപ്പ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാർപ്പാപ്പയുടെ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു കത്തോലിക്കൻ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. സോ ഇത് രണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു അമിതമായിട്ടുള്ള കരിസ്മാറ്റിക് ഭക്തി കാരണം, ഞാനൊരു കരിസ്മാറ്റിക് ഭക്തിയിലൂടെ തന്നെ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ്. ഞാൻ അതിനെ തള്ളിപ്പറയുകയോ മോശമായിട്ട് ചിത്രീകരിക്കുന്നതല്ല. എന്തിനായിരുന്നു ദൈവം കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ദൈവം അനുവദിച്ചത്? അതിൻ്റെ ലക്ഷ്യം മറന്നുപോയിട്ട് പലരും വൈകാരിക തലത്തിലാണ് വിശ്വാസത്തെ കാണുന്നത്. പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ ജപമാല ചൊല്ലുന്ന അമ്മച്ചിമാരുണ്ട്. പക്ഷെ അവർക്ക് ഹല്ലേലൂയ പറയാനും സ്തുതിക്കാനൊക്കെ അറിയാം. പക്ഷേ ഇത് അവർക്ക് ആരും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക ആളുകൾക്കും അവർക്ക് കത്തോലിക്ക വിശ്വാസം ലഭിച്ചത് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നുള്ളതാണ്. കത്തോലിക്ക വിശ്വാസം ലഭിച്ചത്. സോ അങ്ങനെയുള്ള ഒരു സർഫേസിലുള്ള വിശ്വാസം, ഉപരിതലത്തിലെ വിശ്വാസമായിട്ടാണ് അവർ പോകുന്നത്. അതിന് ആഴങ്ങളിലേക്ക് അവരെ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സഭയുടെ പഠനങ്ങളോ പ്രബോധനങ്ങളോ വളരെ ചുരുക്കം പേര് മാത്രമേ വായിച്ച് പഠിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ഭൂരിഭാഗവും സാധാരണ വിശ്വാസികളായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് മാർപ്പാപ്പ പറയണത് എന്തും ഈ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് അവർ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. മാർപ്പാപ്പ പറയണത് അത് മാർപ്പാപ്പയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിശ്വാസി വിശ്വസിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളൂ. അപ്പം അതിനിടയിൽ വരുന്ന ഒരു ജനറലായിട്ടൊരു കാര്യമുണ്ട്:
ആ സഭയുടെ വിശ്വാസത്തോട് ചേർന്നുള്ള കാര്യം വേണം മാർപ്പാപ്പ പേഴ്സണലായിട്ട് തൻ്റെ അഭിപ്രായമായിട്ട് പറയുമ്പോൾ പോലും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നിർബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിമാനത്തിലോ സംതിങ് വെച്ചിട്ടാണ് മാർപ്പാപ്പ ഇത് പറയുന്നത്. അപ്പോൾ പാപ്പ പറയുകയാണ്, തൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റി ആയിരിക്കരുത് കാര്യങ്ങൾ, അതിലും വലിയ കാര്യങ്ങളുണ്ട് എന്നാണ് പാപ്പ പറയുന്നത്. ഇത് പാപ്പയുടെ അഭിപ്രായമാണ്. ഇതിനെ ഞാൻ വ്യക്തിപരമായിട്ട് അനുകൂലിക്കുന്നില്ല. തീർച്ചയായിട്ടും ആത്മാക്കളുടെ രക്ഷ കഴിഞ്ഞിട്ടേ ബാക്കി പറയുന്ന സോഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പം നമുക്ക് ഒരേ സമയത്ത് പാപ്പ പറയുന്ന ഈ വിശ്വാസത്തെ സംബന്ധിച്ചല്ലാത്ത കാര്യങ്ങൾ, അതായത് ഇങ്ങനെ അൺഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങളെ നമുക്ക് എതിർക്കാനും പറ്റും, അതേ സമയത്ത് പാപ്പയുടെ കീഴിൽ നമുക്ക് നിൽക്കാനും പറ്റും. ഇത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത് അറിയത്തില്ല. അവരിത് പറയുമ്പോൾ പറയും, നീ മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കേണ്ടെന്ന് പറയും. പക്ഷേ ഇങ്ങനെയല്ല ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലുള്ള കത്തോലിക്ക വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, നിർഭാഗ്യവശാൽ നമ്മൾ ഒരു വൈകാരിക തലത്തിലുള്ള കത്തോലിക്ക വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ സഭാവിരോധിയായിട്ട് മുദ്രകുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സോ ഇതിനെ പൂർണ്ണമായിട്ടും എനിക്കിതിനോട് യോജിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. എന്നിട്ട് പാപ്പ തുടരുകയാണ്, നിങ്ങൾ ചോദിച്ചതുപോലെ ഇനിയാണ് ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് പാപ്പ മറുപടി പറയുന്നത്. നിങ്ങൾ ചോദിച്ചതുപോലെ സ്വവർഗാനുരാഗികളായ ദമ്പതികൾക്കോ അല്ലെങ്കിൽ ക്രമമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന ദമ്പതികൾക്കോ നൽകുന്ന ഔദ്യോഗികമായ ആശീർവാദത്തോട് തങ്ങൾ യോജിക്കുന്നില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് കേരളത്തിലെ കത്തോലിക്ക മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് സ്വവർഗാനുരാഗികൾക്കുള്ള ബ്ലെസ്സിങ് പാടില്ല എന്ന് വത്തിക്കാൻ പറഞ്ഞു എന്നുള്ളത്. ഈ ഫസ്റ്റ് ഉള്ള ഈ 4-5 വരിയാണ് കാത്തലിക് മീഡിയാസ് കൊടുത്തത്. അടുത്ത വരി കൂടി ഞാൻ വായിക്കാം. എല്ലാ വ്യക്തികൾക്കും ആശീർവാദം ലഭിക്കാമെന്ന് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി അനുവദിച്ചതിനപ്പുറം ഒരു ഔദ്യോഗിക അംഗീകാരം ഇതിനില്ല. അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് ഫ്രാൻസിസ് പാപ്പ എന്തിനുള്ള അധികാരമാണ് നൽകിയെന്നുള്ളത്. സോ ഈ ഒരൊറ്റൊരു പാരഗ്രാഫിൽ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഒഫീഷ്യലി സ്വവർഗ ബന്ധത്തിൽപ്പെട്ടവർക്കോ ക്രമരഹിതമായ ബന്ധത്തിൽപ്പെട്ടവർക്കോ ബ്ലെസ്സിങ് നൽകരുത് എന്നതാണ് വത്തിക്കാൻ്റെ നിലപാട് എന്ന് മാർപ്പാപ്പ ലിയോ പാപ്പ പറയുന്നുണ്ട്. ഈ വാർത്തയാണ് കാത്തലിക് മീഡിയാസ് കൊടുത്തത്. എന്നാൽ അതിനടിയിൽ പറയുന്ന ഭാഗം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ള ബ്ലെസ്സിങ് തുടരാം, അതിനപ്പുറമുള്ള ബ്ലെസ്സിങ് പാടില്ല എന്നാണ്. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ബ്ലെസ്സിങ് തുടരാം എന്ന വാർത്ത മാത്രമാണ് സെക്യുലർ മാധ്യമങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് ലിയോ പാപ്പയും ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. സോ 2 കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞത് 2 കാര്യങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണെന്നുള്ളതാണ്. അപ്പം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഈ ലിയോ പാപ്പ പറഞ്ഞത് കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ചോദിച്ച ചോദ്യം, ലിയോ പാപ്പ സ്വവർഗ ബന്ധങ്ങൾ ആശീർവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടത്തുള്ളൂ. അതറിയണമെങ്കിൽ ഫ്രാൻസിസ് പാപ്പ അനുവദിച്ചിട്ടുള്ള ആശീർവാദം എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. സോ നമ്മൾ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. ഫിഡ്യൂസിയ സപ്ലിക്കൻസ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്റ് വത്തിക്കാൻ പുറത്തിറക്കുകയുണ്ടായി. വലിയൊരു വിവാദമായിരുന്നു. ഈ ഡോക്യുമെൻറ്റിൽ സ്വവർഗ ബന്ധങ്ങളെയും ഇറഗുലർ റിലേഷൻഷിപ്സിൽപ്പെട്ടവരെയും ക്രമരഹിതമായ ബന്ധത്തിൽപ്പെട്ടവർക്കും ബ്ലെസ്സിങ് നൽകാം എന്നാണ് ഈ ഡോക്യുമെൻ്റ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അന്ന് വത്തിക്കാൻ കൊടുത്ത വാർത്തയുടെ ന്യൂസിൻ്റെ ആ ഹെഡ്ലൈനും കുറച്ച് ഭാഗം മാത്രം ഞാൻ വായിച്ചിട്ട് ഈ ഡോക്യുമെൻറ്റിലോട്ട് നമ്മൾ പോകും. വത്തിക്കാൻ കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്. ഞാൻ ഇതിന് എല്ലാത്തിനും മലയാളമാണ് പറയണത്, മലയാളികളായതുകൊണ്ട്. ക്രമരഹിതമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന ദമ്പതികളെ ആശീർവദിക്കാനുള്ള സാധ്യത തുറന്ന വിശ്വാസ പ്രഖ്യാപനം. ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ച ഫിഡ്യൂസിയ സപ്ലിക്കൻസ് എന്ന പ്രഖ്യാപനത്തിലൂടെ സ്വവർഗ ബന്ധത്തിൽപ്പെട്ട ദമ്പതികളെ ആശീർവദിക്കുന്നത് ഇനി സാധ്യമാകും. നോക്കൂ, ഈ വാർത്ത എടുത്തിരിക്കുന്നത് നാഷണൽ കാത്തലിക് രജിസ്റ്റർ അല്ല, ലൈഫ് സൈറ്റ് ന്യൂസ് അല്ല, EWTN അല്ല, ഒരു കാത്തലിക് മാധ്യമങ്ങളിൽ നിന്നല്ല ഇത് എടുത്തിട്ടുള്ളത്, ഒരു സെക്യുലർ മാധ്യമങ്ങളിൽ നിന്നല്ല, വത്തിക്കാൻ ന്യൂസിൽ വന്ന വാർത്തയാണ്. ഇതിപ്പോഴും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഏറ്റവും വിശ്വസനീയമായ ട്രാൻസ്ലേഷനാണ് ഇതുള്ളത്. ഇത് വേണമെങ്കിൽ ഞാൻ ഇതിന് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. With the declaration Fiducia Supplicans issued by the Dicastery of the Doctrine of Faith, approved by Pope Francis, it will be possible to bless same-sex couples. ഇവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക്
സ്വവർഗ ദമ്പതികൾ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാനുള്ള സാധ്യതകൾ തുറക്കുന്നു എന്ന്. എന്നിട്ട് തുടരുന്നു, എന്നാൽ ഇതാണ് ലിയോ പാപ്പ പറഞ്ഞത്, എന്നാൽ ഇത് യാതൊരു വിധത്തിലുള്ള ആചാരപരമായ രീതിയിലോ അല്ലെങ്കിൽ അതൊരു വിവാഹമെന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിലോ ആയിരിക്കരുത്. മനസ്സിലായോ? രണ്ട് വ്യക്തികൾ ഒരു ആശീർവാദത്തിനായി അഭ്യർത്ഥിക്കുമ്പോൾ ഒരു ദമ്പതികൾ എന്ന നിലയിൽ അവരുടെ സാഹചര്യം ക്രമരഹിതമാണെങ്കിൽ പോലും അത് നൽകാൻ വൈദികർക്ക് അനുവാദമുണ്ടാകും. എന്നിരുന്നാലും ഇടയൻ എന്ന നിലയിലുള്ള ഒരു സ്നേഹപ്രകടനം ഒരു വിവാഹ കർമ്മത്തോട് അല്പം പോലും സാമ്യതയുള്ളതാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. സ്വവർഗ ബന്ധത്തിൽപ്പെട്ട വ്യക്തികൾക്കും ക്രമരഹിതമായ ബന്ധത്തിൽപ്പെട്ടവർക്കും ബ്ലെസ്സിങ് നൽകാം എന്ന്. എന്നാൽ അത് ഫോർമൽ രീതിയിലാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫോർമൽ രീതിയിലാകരുതെന്ന് ഉദ്ദേശിക്കുന്നത്? കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്ന് ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് പൂക്കളൊക്കെ പിടിച്ച് ആ രീതിയിലൊരു സ്പെഷ്യലായിട്ട് ഒരു കല്യാണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ബ്ലെസ്സിങ് ആയിരിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് സ്വവർഗ ബന്ധത്തിൽപ്പെട്ട രണ്ട് പേര് വന്ന് പറയണം, അച്ഛാ ഞങ്ങൾ ഇങ്ങനെ കപ്പിൾസാണ്, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു, നാളെ ഞങ്ങൾ പാവം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ഞങ്ങൾക്ക് ബ്ലെസ്സിങ് വേണം എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലി വൈദികൻ ബ്ലസ് ചെയ്തിരിക്കണം എന്നാണ് വത്തിക്കാൻ പറയണത്. എന്നിട്ട് പ്രത്യേകമായിട്ട് വത്തിക്കാൻ പറയുന്നു, അതിനാൽ ആശീർവാദങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ആശീർവാദങ്ങൾ സ്വമേധയാ നൽകാവുന്നതാണ്. ആ പുസ്തകം എടുത്തിട്ട് ഓരോ പേഴ്സൺസിനും പ്രത്യേകം, ഗർഭിണികൾക്ക് പ്രത്യേകം ബ്ലെസ്സിങ്, പരീക്ഷയ്ക്ക് വന്ന പിള്ളേർക്ക് പ്രത്യേകം ബ്ലെസ്സിങ്, ഉത്തരിയും ബ്ലെസ് ചെയ്യാൻ, കൊന്ത ബ്ലെസ് ചെയ്യാൻ, ക്രൂശിതരവും ബ്ലെസ് ചെയ്യാൻ, ഓരോന്നിനും ഓരോ ബ്ലെസ്സിങ് ഉണ്ട്. അതുപോലെയുള്ള പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കരുത്, പകരം സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലെസ്സിങ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ലിയോ പാപ്പ പറഞ്ഞത് ഇപ്രകാരം, ഇത്രയേ ഉള്ളൂ. ലിയോ പാപ്പയുടെ വാക്കുകൾ പറയുന്നത് ഇതാണ്: ഫോർമൽ ബ്ലെസ്സിങ് സഭ അനുവദിച്ചിട്ടില്ല. ഒരു വിവാഹം എന്ന് തോന്നിക്കുന്ന രീതിയിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്ന് സഭയുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ട് നൽകുന്ന ബ്ലെസ്സിങ് സഭ അനുവദിച്ചിട്ടില്ല. ഫോർമൽ ബ്ലെസ്സിങ് സഭ അനുവദിച്ചിട്ടില്ല എന്ന് ലിയോ പാപ്പ പറയുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം ഇൻഫോർമൽ ബ്ലെസ്സിങ് ആവാം എന്ന് തന്നെയാണ് ലിയോ പാപ്പ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ള ആശീർവാദം തുടരാം. അപ്പോഴാണ് നമ്മൾ നോക്കിയത് ഫ്രാൻസിസ് പാപ്പ എന്ത് ആശീർവാദം പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരിക്കുന്ന ആശീർവാദം ഫിഡ്യൂസ് സപ്ലിക്കൻസിലുള്ള ആശീർവാദം. അത് എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ വ്യക്തികൾ പോകുമ്പോൾ വൈദികൻ കൊടുക്കുന്ന ബ്ലെസ്സിങ്ങിനെ പറ്റിയല്ല പറയണത്. വ്യക്തമായി പറയുന്നു, ബ്ലെസ്സിങ് ഫോർ സെയിം സെക്സ് കപ്പിൾസ്, ഇൻഡിവിജ്വൽസ് എന്നേ പറയുന്നില്ല. സ്വവർഗ ബന്ധത്തിൽപ്പെട്ടവരും ക്രമരഹിത ബന്ധത്തിൽപ്പെട്ടവർക്കും. ഈ ക്രമരഹിത ബന്ധം എന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയില്ല. സ്ത്രീയും പുരുഷൻ, അതായത് ഒരു സ്ത്രീയും 3 പുരുഷന്മാർ, അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും, ഇങ്ങനെ ക്രമരഹിതമായ ബന്ധത്തിൽപ്പെട്ടവരായാലും ലിവിങ് ടുഗെദർ ആയാലും അവർക്കും ബ്ലെസ്സിങ് നൽകണം. പക്ഷെ അത് ഫോർമലായി തോന്നാൻ പാടില്ല. ഫോട്ടോഗ്രാഫറൊന്നും വരാൻ പാടില്ല, കോട്ടും സൂട്ടും ഇടാൻ പാടില്ല, അന്നത്തെ ദിവസം ബിരിയാണിയൊന്നും കൊടുക്കാൻ പാടില്ല, പൂക്കളൊന്നും കൊടുക്കരുത്. സ്പോണ്ടേനിയസ് ആയിരിക്കണം. അച്ഛൻ അപ്പം തോന്നുന്ന പ്രാർത്ഥന അപ്പം കൊടുക്കണം, പ്രയർ ബുക്കിൽ നിന്നുള്ള പ്രാർത്ഥന ആയിരിക്കരുത്. ഇത് തന്നെയാണ് ലിയോ പാപ്പ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ സെക്യുലർ മാധ്യമങ്ങൾ വന്ന വാർത്ത ശരിയാണ്. അതായത് ഈ ഒരു ബ്ലെസ്സിങ് തുടരാമെന്ന് ലിയോ പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് കാത്തലിക് മീഡിയാസിൽ വന്ന വാർത്ത ശരിയാണ്, ഫോർമൽ ബ്ലെസ്സിങ് ആശീർവാദം പാടില്ല എന്നതും ശരിയാണ്. സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള വാർത്ത മാത്രമേ എടുത്തുള്ളൂ. ഒരു പാരഗ്രാഫിൻ്റെ മുകളിലെ ഭാഗം സെക്യുലർ മാധ്യമങ്ങൾ എടുത്തു വാർത്ത കൊടുത്തെങ്കിൽ അതേ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിഭാഗത്തുള്ള വാർത്ത മാത്രമാണ് കാത്തലിക് മീഡിയ കൊടുത്തത്. അപ്പോൾ കേരളത്തിലെ കാത്തലിക് മീഡിയ വായിക്കുന്ന ഒരാൾക്ക് തോന്നും മാർപ്പാപ്പ സ്വർഗഭോഗത്തെ എതിർത്തു എന്ന്. സെക്യുലർ മാധ്യമങ്ങൾ വാർത്ത കാണുന്ന ആൾക്ക് തോന്നും മാർപ്പാപ്പ സ്വർഗബന്ധത്തെ പെർമിഷൻ കൊടുത്തു എന്നുള്ളത്. സത്യത്തിൽ എന്താണ്, ഇവിടെ പാപ്പ ഫോർമൽ ബ്ലെസ്സിങ് പാടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ള ഇൻഫോർമൽ ബ്ലെസ്സിങ് ആവാം എന്ന് പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിനെപ്പറ്റി ഓർത്ത് ഈ പറഞ്ഞത് വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വാർത്തയും കൂടി ഞാൻ പറയാം. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഡൈക്കാസ്ട്രി ഓഫ് ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, അതിൻ്റെ പ്രിഫെക്റ്റ് ആയിട്ടുള്ള കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം 2025 ജൂലൈ 3, അതായത് ലിയോ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ആ മാസങ്ങളിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ചിട്ടുള്ള ഫിഡ്യൂസിയ സപ്ലിക്കൻസിലുള്ള ആശീർവാദങ്ങൾ സഭ തുടരുന്നതായിരിക്കും എന്ന്. ഇത് തന്നെയാണ് ലിയോ പാപ്പയും പറഞ്ഞുള്ളൂ. ഫോർമൽ ബ്ലെസ്സിങ് പാടില്ല, പകരം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ബ്ലെസ്സിങ് ആവാം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ബ്ലെസ്സിങ് എന്താണ്?
അതാണ് ഫിഡ്യൂസസ് സപ്ലിക്കൻസിൽ പറയുന്ന ഫോർമൽ അല്ലാത്ത ബ്ലെസ്സിങ്. സ്വവർഗ ബന്ധങ്ങൾക്ക് ബ്ലെസ്സിങ് ആവാം എന്ന് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരിക്കുന്നത്. സോ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യം തന്നെയാണ് ലിയോ പാപ്പയും പറഞ്ഞിട്ടുള്ളത്. അതിന് ഏറ്റവും രസകരമായ ഒരു കാര്യം, ഞാനിത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഫോട്ടോയാണ് ഗൂഗിൾ ജെമിനിയിൽ ഇടുന്നത്. അതിന് ട്രാൻസ്ലേഷൻ അവർ തരും. അപ്പോൾ അതിൽ ലിയോ പാപ്പ എന്നാണ് ഉള്ളത്. ലിയോ പാപ്പ ഇങ്ങനെ പത്രക്കാരോട് പറഞ്ഞു എന്നുള്ളത്. അപ്പം ഇതിന് അടിഭാഗത്ത് ജെമിനി പറഞ്ഞിരിക്കുകയാണ് കുറിപ്പ് എന്ന് പറഞ്ഞിട്ട്, നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതായത് എൻ്റെ സൈഡിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി എന്ന് ചോദിച്ചിട്ട് ജെമിനി പറയാണ്, നിങ്ങൾ കൊടുത്ത ചിത്രത്തിൽ ലിയോ പാപ്പ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യങ്ങൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുമായിട്ട് സമാനതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് ലിയോ പാപ്പ എന്ന് പറഞ്ഞതുകൊണ്ട് ലിയോ പാപ്പ എന്ന പേര് തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവൻ ജെമിനിക്ക് പോലും മനസ്സിലായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കാര്യം തന്നെയാണ് ലിയോ പാപ്പ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഒരു കുറിപ്പ് ഇവിടെ ജെമിനി ഇട്ടിരിക്കുകയാണ്. സോ ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയണത്, സെക്യുലർ മീഡിയാസിന് ഒരു അജണ്ടയുണ്ട്. കത്തോലിക്ക സഭ സ്വവർഗ ബന്ധത്തെ അംഗീകരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അംഗീകരിച്ചിട്ടില്ല. സ്വവർഗ ബന്ധങ്ങളെ ഇൻഫോർമലായിട്ട് ബ്ലെസ് ചെയ്യാമെന്നാണ് സഭ പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തിപരമായിട്ട് ഞാൻ അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഇൻഫോർമലായിട്ടുള്ള ബ്ലെസ്സിങ് വ്യക്തിപരമായിട്ട് പാടില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ കാത്തലിക് മീഡിയാസിനും ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. സഭയെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് വാർത്ത, അതായത് അവരെ സംബന്ധിച്ചാണ് നെഗറ്റീവ് വാർത്ത കൊടുക്കരുത്. നല്ലത് മാത്രം, മാർപ്പാപ്പയെ പറ്റിയാണെങ്കിലും സഭയെ പറ്റിയാണെങ്കിലും KCBCയെ പറ്റിയാണെങ്കിലും നല്ലത് മാത്രം കൊടുക്കുക, മറ്റേത് ഫിൽട്ടർ ചെയ്തിട്ട് കളയുക എന്നുള്ളതും അവരുടെ അജണ്ടയുണ്ട്. സോ സെക്യുലർ മാധ്യമങ്ങളും കണക്കാണ്, കേരളത്തിലെ കാത്തലിക് മീഡിയാസും കണക്കാണ്. സോ നിങ്ങൾക്ക് വാർത്തകൾ വസ്തുനിഷ്ഠമായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് മാർപ്പാപ്പയെ കുറ്റം പറഞ്ഞുള്ള വാർത്തകൾ ഒഴിവാക്കാനും മാർപ്പാപ്പയെ ബ്ലൈൻഡായിട്ട് കവർ ചെയ്തിട്ടുള്ള വാർത്തകൾ ഒഴിവാക്കിയിട്ട് വസ്തുനിഷ്ഠമായ വാർത്ത കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻ്റർനാഷണൽ മീഡിയാസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. EWTN, നാഷണൽ കാത്തലിക് രജിസ്റ്റർ, ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ മദർ ആഞ്ചലിക്കയുടേതാണ് EWTN. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അപ്പോൾ ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനായിരുന്നു മാർപ്പാപ്പയെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യം പത്രക്കാരെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് സഭയുടെ പഠനമാണ്. സ്വർഗഭോഗം അത് മാരക പാപമാണ്, അത് നിത്യജീവന അപകടത്തിൽപ്പെടുത്തുന്ന പാപമാണ്. അതിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു മാറണം. എന്നാലും സ്വർഗബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ സഭ തള്ളിക്കളയുന്നില്ല. അവരും സഭയുടെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ അവർക്ക് ബ്ലെസ്സിങ് വേണമെങ്കിൽ ആദ്യം അവർ അനുദപിച്ച് കുമ്പസാരിച്ചിട്ട് വരട്ടെ. അപ്പോൾ അവർക്ക് സഭ തീർച്ചയായിട്ടും ബ്ലെസ്സിങ് നൽകുന്നതായിരിക്കും. ഇതിപ്പോൾ എന്താ പരിപാടി? ഇൻഫോർമൽ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ മോഷ്ടിക്കാൻ പോകുന്ന കള്ളം വന്ന് അച്ഛനോട് പറയാം, അച്ഛാ ഞാൻ ഇന്ന് പള്ളിയിൽ വന്ന് കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ട്, അപ്പോൾ എന്നെ ഒന്ന് ബ്ലെസ് ചെയ്ത് വിടണം. അപ്പോൾ അച്ഛൻ അറിയാം ഇങ്ങനെ ഓൾറെഡി മോഷ്ടിക്കാൻ പോവാണ്, അച്ഛൻ എങ്ങനെ ബ്ലെസ് ചെയ്യും? അതുപോലെ ഈ സ്വർഗ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ വരുന്നത് അവർ അഭിമാനത്തോ ആ പ്രൈഡോട് കൂടിയാണ് അവർ വരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്, സോ ഞങ്ങളൊന്ന് ബ്ലെസ് ചെയ്യണം. ഇന്ന് രാത്രി അവർ പാപം ചെയ്യാൻ പോകുന്നവരാ. അപ്പോൾ ആ ബ്ലെസ്സിങ് ഒക്കെ അത് ദൈവത്തെ അവഹേളിക്കുന്നത് തുല്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഇൻഫോർമൽ ആണെങ്കിലും ഫോർമൽ ആണെങ്കിലും രണ്ടും തെറ്റ് തന്നെയാണ്. അനേകർക്ക് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും. സോ ഒരു മാർപ്പാപ്പ എന്ന നിലയിൽ പറയേണ്ടിയിരുന്നത് ഇത് പാപമാണ്. അറ്റ് ദ സെയിം ടൈം അവരെ നമ്മൾ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുകയും വേണം. എന്തിനാണ് ചേർത്ത് പിടിക്കണത്? ചേർത്ത് പിടിച്ച് മാനസാന്തരപ്പെടുത്താനാണ്, അല്ലാതെ അവരെ പാപത്തോടു കൂടിയല്ല ചേർത്ത് പിടിക്കേണ്ടത്. ഈശോ പാപിയെ സ്നേഹിച്ചിരുന്നു, പക്ഷെ പാപത്തെ വെറുത്തിരുന്നു. അതുകൊണ്ട് പാപിയോട് ഈശോ ആദ്യം എപ്പോഴും പറയുന്നത് ഇനി മേലിൽ പാപം ചെയ്തത് എന്നാണ്. എന്നിട്ടാണ് ഈശോ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്താത്തുൻ മുളിയരിബൂസ് എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസുസ് സാങ്ക്ടാ മരിയ മാതർ ദേ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് നുങ്കേത്തിനോര മോർത്തിസ് നോസ്ത്രേ ആമേൻ വിവ ക്രിസ്റ്റോറെ.